വലിയ വലിയ സിനിമകൾ വരുന്ന കാര്യങ്ങളാണ് മോളിവുഡിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുന്ന ചില റിപ്പോർട്ടുകൾ ഇന്നേ ദിവസം നമുക്ക് മുന്നിലേക്ക് എത്തിയിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മോഹൻലാൽ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്തിരുന്നു. ഇതുപോലെ 3 മഹാരാജന്മാർ ഒന്നിച്ചപ്പോഴുള്ള ഒരു പോസ്റ്റ്, മോഹൻലാലും പൃഥ്വിരാജും ഫഹദ് ഫാസിലും. അത് വന്നു കഴിഞ്ഞപ്പോൾ മുതൽ പ്രേക്ഷകർ വലിയ ആകാംക്ഷയിലായിരുന്നു. ഇവരുടെ 3 പേരുടെയും കോമ്പിനേഷനിൽ ഒരു സിനിമ വരണമെന്ന ആഗ്രഹം പലരും പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ എത്തുന്നുണ്ട്. അത് കുറച്ച് നാൾക്ക് മുമ്പേ തന്നെ വലിയ ഡിസ്കഷൻ നടന്നതാണ്. കൊറിയൻ ചിത്രമായ ദ ഗാങ്സ്റ്റർ ദ കോപ്പ് ദ ഡബിൾ എന്ന സിനിമയുടെ ഒരു അഡാപ്റ്റേഷൻ മോളിവുഡിൽ സംഭവിച്ചാൽ ഇവരായിരിക്കണം നായകന്മാർ എന്നായിരുന്നു അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം. മാഡം സിയോക് നായകനായി എത്തിയ ഒരു സിനിമയായിരുന്നു. ഇപ്പോഴത്തെ ജനറേഷനിൽ ഏറ്റവും കൂടുതൽ വർക്കൗട്ടായ ഒരു ചിത്രം. അത് മോഹൻലാലും പൃഥ്വിരാജും ഫഹദ് ഫാസിലും എത്തണമെന്നുള്ള ചർച്ചകൾ. എന്തായാലും ഈ ചർച്ചകൾ അവരുടെ അടുത്തേക്കും എത്തിയിരിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. ആരാധകർക്ക് വേണ്ടി സിനിമകൾ ഒരുക്കണമെന്നുള്ള ആഗ്രഹം മോഹൻലാൽ പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. അപ്പോഴാണ് മോഹൻലാൽ ഈ ഒരു ചിത്രവുമായി എത്തിയതും. സായിദ് മസൂദിനൊപ്പവും രംഗയ്ക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് മോഹൻലാൽ എത്തിയത്. ഈ കാര്യം തന്നെ പറഞ്ഞപ്പോൾ ഇവർ കണ്ടുമുട്ടിയത് വെറുതെ ഒന്നുമല്ല എന്ന് സൂചിപ്പിക്കുന്ന ചില മൊമെന്റുകളും സോഷ്യൽ മീഡിയയിൽ ഇന്നേ ദിവസം എത്തി. ഡിസ്കഷനുകൾ നടക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങളാണ് അവരുടെ മുന്നിലേക്ക് എത്തിയത്. മോഹൻലാലും പൃഥ്വിരാജും ഫഹദ് ഫാസിലും നസീറ നസീമും ഒക്കെ ഒന്നിച്ച ഒരു ചിത്രം. ഇവർ തമ്മിലുള്ള ഡിസ്കഷൻ എന്തായിരിക്കും? എന്തോ വലുത് സംഭവിക്കാൻ പോകുന്നു എന്ന ആകാംക്ഷയിലാണ് ഇപ്പോൾ പ്രേക്ഷകരും. ഫഹദ് ഫാസിൽ വലിയ കാര്യമായി തന്നെ എന്തോ വലിയ കാര്യം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 3 പേർക്കും പ്രൊഡക്ഷൻ ഹൗസുകളുമുണ്ട്. ഇവരൊക്കെ കൊളാബറേറ്റ് ചെയ്ത് ഒരു ഗംഭീര സംഭവം വന്നാൽ എന്താകുമെന്നൊക്കെ ഉള്ള ചർച്ചകൾ കൊഴുക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ. പക്ഷേ അങ്ങനെയുള്ള കൊളാബറേഷൻ നടക്കുന്നു എന്ന വിവരങ്ങളാണ് പിന്നീട് പല രീതിയിൽ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നതും എന്നതും കാണാവുന്നതാണ്. കാരണം വലിയ വലിയ പ്രോജക്റ്റുകൾ മോളിവുഡിൽ സംഭവിക്കുന്നുണ്ട്. ഒരു തിയേറ്ററിന് വേണ്ടിയുള്ള പ്രോജക്റ്റുകൾ, ഗംഭീര ക്യാൻവാസിലുള്ള സിനിമകൾ മോളിവുഡിൽ സംഭവിക്കേണ്ടതുണ്ട്. തിയേറ്റർ ഡിമാൻഡ് ചെയ്യുന്ന സിനിമകൾ വരേണ്ടതുണ്ട് എന്ന് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ചില സംഭവങ്ങൾ അണിയറയിൽ സംഭവിക്കുന്നു എന്ന് പറയാൻ കഴിയുന്നത്. സിനിമാ മേഖലയെ തന്നെ രക്ഷിക്കണമെങ്കിൽ അങ്ങനെയുള്ള ചില സിനിമകൾ സംഭവിക്കേണ്ടതുണ്ട്. അടുത്തിടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തന്നെ വന്നിരുന്നു. മലയാള സിനിമയ്ക്ക് നഷ്ടം വലിയ രീതിയിലാണ് അവർ കണക്കുകൾ നിരത്തി പറയുന്നത്. കഴിഞ്ഞ വർഷം തന്നെ 700 കോടിയുടെ നഷ്ടം സംഭവിച്ചു എന്ന് പറയുമ്പോൾ അത് വലിയ കണക്കാണ്. 2025 തുടങ്ങിയതേ ഉള്ളൂ, അപ്പോൾ തന്നെ 110 കോടിയുടെ നഷ്ടം തന്നെ സംഭവിച്ചിരിക്കുന്നു. ആകെ ഒരു ചിത്രമാണ് ഹിറ്റായത്. എന്നാൽ വലിയ ഹിറ്റുകൾ നേടണമെങ്കിൽ ഇങ്ങനെ ചില കോമ്പിനേഷനുകൾ ഒന്നിച്ചേ മതിയാകൂ എന്ന സാഹചര്യത്തിലേക്ക് മോളിവുഡും എത്തിയിരിക്കുകയാണ്. പലയിടത്തും പരീക്ഷിച്ചു കഴിഞ്ഞു. ഇനി മോളിവുഡും അങ്ങനെ ചില ഗംഭീര സിനിമകൾ ഉണ്ടാക്കേണ്ടതുണ്ട്. അങ്ങനെ നോക്കുമ്പോഴാണ് ഈ ചിത്രങ്ങൾ വലിയ രീതിയിൽ ചർച്ച വയ്ക്കുന്നത്. എന്തായാലും ഇങ്ങനെ ചില ഡിസ്കഷനുകൾ നടക്കുന്നുണ്ടെങ്കിലും മോളിവുഡിൽ ഇങ്ങനെ ഗംഭീര കൊളാബറേഷൻ നടക്കുന്ന സിനിമകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ആദ്യത്തേത് എന്ന് വിശേഷിപ്പിക്കാം എമ്പുരാനെ തന്നെ. എമ്പുരാനിലും ഇങ്ങനെ ഒരു സ്റ്റാർ കാസ്റ്റ് നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ്. മോഹൻലാൽ, ടൊവിനോ തോമസ്, പൃഥ്വിരാജ് അടക്കമുള്ള ഗംഭീര സ്റ്റാർ കാസ്റ്റ് വരുന്ന എമ്പുരാൻ എന്ന ചിത്രം. ഇതിനുവേണ്ടിയുള്ള ആകാംക്ഷ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. അത്ര വലിയ ആകാംക്ഷയാണ്. പ്രേക്ഷകർ അതിനുവേണ്ടി തിരക്ക് കൂട്ടിയാണ് ആ ചിത്രം കാണാൻ വേണ്ടി. കൂടാതെ പൃഥ്വിരാജ് എന്ന നടൻ ഈ ഇൻഡസ്ട്രിയിലെ എല്ലാ ചലനങ്ങളും അറിയാവുന്നതും എല്ലാ കഥകളും അറിയാവുന്നതുമായ നടനും സംവിധായകനും ഒക്കെയാണ്. അപ്പോൾ പിന്നെ പൃഥ്വിരാജ് അറിയാതെ ഒരു കാര്യവും സംഭവിക്കുകയുമില്ല. നടൻ, ഗായകൻ, നിർമ്മാതാവ്, സംവിധായകൻ എന്നീ മേഖലയിൽ തന്റെ കയ്യൊപ്പ് പതിപ്പിച്ച ആളാണ് പൃഥ്വിരാജ് സുകുമാരൻ. രഞ്ജിത്ത് സംവിധാനം ചെയ്ത നന്ദനത്തിലൂടെ സിനിമാ ലോകത്തേക്ക് കടന്നു വന്ന പൃഥ്വിരാജ് കരിയറിന്റെ തുടക്കത്തിൽ തന്നെ ശക്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ശ്രദ്ധേയനായി. സംവിധാനം ചെയ്ത ആദ്യ ചിത്രം ഈ വർഷത്തെ ഇയർ ടോപ്പർ ആക്കാനും പൃഥ്വിക്ക് സാധിച്ചു. മലയാളത്തിലെ ഏറ്റവും ചെലവേറിയ ചിത്രമായി ഒരുങ്ങുന്ന എമ്പുരാനാണ് പൃഥ്വിയുടെ അടുത്ത പ്രോജക്റ്റ്. മോഹൻലാൽ എന്ന നടനെയും താരത്തെയും ഒരുപോലെ ഉപയോഗിക്കുന്ന ചിത്രമാകും എമ്പുരാൻ എന്ന് പുറത്തിറങ്ങുന്ന ഓരോ അപ്ഡേറ്റും തെളിയിക്കുന്നത്. മമ്മൂട്ടി, മോഹൻലാൽ എന്നിവരെ വെച്ച് സിനിമ സംവിധാനം ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു പൃഥ്വിരാജ്. മലയാളത്തിൽ എന്നല്ല, ഇന്ത്യൻ സിനിമയിലെ 2 ലെജൻഡുകളാണ് മമ്മൂട്ടിയും മോഹൻലാലും എന്ന് പൃഥ്വിരാജ് പറഞ്ഞു. മലയാളത്തിലെ 90% സംവിധായകരുടെയും ഡ്രീം പ്രോജക്റ്റ് ഏതെന്ന് ചോദിച്ചാൽ അവർ 2 പേരെയും വെച്ചുള്ള ചിത്രമാണെന്നേ പറയുകയുള്ളെന്ന് പൃഥ്വിരാജ് കൂട്ടിച്ചേർത്തു. മമ്മൂട്ടിയും മോഹൻലാലിനെയും ഒരുമിച്ച് സ്ക്രീനിൽ എത്തിക്കുക എന്നത് വലിയ കാര്യമാണെന്നും പൃഥ്വി പറയുകയുണ്ടായി. തനിക്കും അത്തരത്തിൽ ഒരു ആഗ്രഹമുണ്ടെന്നും എന്നാൽ അതിന് ചേർന്ന ഒരു പ്രോജക്റ്റ് ഇതുവരെ കിട്ടിയിട്ടില്ലെന്നും പൃഥ്വി കൂട്ടിച്ചേർക്കുന്നുണ്ട്. അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് കിട്ടുകയാണെങ്കിൽ താനത് മിസ്സാക്കില്ലെന്നും പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ട്. മമ്മൂട്ടി, മോഹൻലാലും ഒന്നിക്കുന്ന സിനിമയുടെ ഷൂട്ട് നടക്കുന്നുണ്ടെന്നും ഇൻഡസ്ട്രി മുഴുവൻ ആ സിനിമയ്ക്കായി കാത്തിരിക്കുന്നുണ്ടെന്നും പൃഥ്വി പറയുകയും ചെയ്തു.